നമ്മളായിട്ട് ഇവളുടെ ജീവിതം കളഞ്ഞെന്ന് പിന്നെ പറയില്ലല്ലോ. ഓ അത് ശരി. അപ്പോ തെറ്റ് മുഴുവന് എന്റെയും രോഹിത്തിന്റെയും ഭാഗത്ത്. നിങ്ങൾ അമ്മയും മകളും ഒരു തെറ്റും ചെയ്യാത്ത പുണ്യവതികളാണ്. ശ്യാമേ, നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്കിത് എന്ത് പറ്റി? നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഇനി എന്ത് പറ്റാൻ? നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ജീവിതമൊക്കെ ആയല്ലോ. ഇവിടെ മണ്ടിയായി പോയത് വെറുതെ ഞാനാ. എനിക്ക് കുറച്ച് മനസാക്ഷി ഉണ്ടായിപ്പോയി. അതാ എനിക്ക് പറ്റിയ അബദ്ധം. ഇനിയിപ്പോ എന്തായാലും എനിക്ക് എന്റെ വഴി നോക്കണമല്ലോ. ഇനിയും ഇങ്ങനെ കുത്തുവാക്കുകൾ കേട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. ശ്യാമേ, നീ വെറുതെ ഇല്ലാത്ത വിളിച്ച് പറയല്ലേ. കുറച്ചു ദിവസമായിട്ട് നീ ഇവിടെ എന്തിനും ഏതിനും ബഹളം വെക്കുക. നിന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പിടിച്ചു കെട്ടി വച്ചിരിക്കുന്ന പോലെയാ നിന്റെ സംസാരം. ഇതിനും മാത്രം ഇത്ര കേൾക്കാനും കാണാനും ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? എല്ലാം നീയായിട്ട് തുടങ്ങി വെച്ചതിന്റെ തുടർച്ചയാ നീ ഇപ്പൊ അനുഭവിക്കുന്നെല്ലാം. അത് നീ മറക്കണ്ട. ശാലിനി, അവളുടെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഒന്നിലും ഇനി ഞാൻ ഇടപെടില്ല, നീയും ഇടപെടരുത്. എനിക്കറിയാം എല്ലാരും കൂടി എന്നെ അങ്ങ് ഒറ്റപ്പെടുത്തൂന്ന്. എനിക്ക് ആരുമില്ലല്ലോ. ഭർത്താവും ഇല്ല, കുട്ടികളുമില്ല, ജീവിതവും ഇല്ല. ഒറ്റാന്തടി. എങ്ങനെ വേണമെങ്കിലും എനിക്ക് ജീവിക്കാം. ഇല്ല, ഏത് രീതിയിലും മരിക്കുകയും ചെയ്യാം. പിന്നെ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഞാനും പറയാം. ഇനി എനിക്ക് എന്റെ ജീവിതം അതെങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാനായിട്ട് നഷ്ടപ്പെടുത്തിയതല്ലേ, ഞാനായിട്ട് തന്നെ അത് തിരിച്ചെടുത്തോളാം. മോളെ, അവള് ഡിസ്ചാർജ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വീട്ടിൽ ചെന്നാലും വളരെയധികം ശ്രദ്ധിക്കേണ്ടി വരും. ഒരാള് കുറച്ച് ദിവസത്തേക്ക് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടാവേണ്ടി വരും. അല്ല ഡോക്ടറെ, അച്ഛൻ്റെ തലയിലെ വേദന അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യവും പറയരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മദ്യപിക്കുന്ന ആളാണോ? ഏയ് ഇല്ല ഡോക്ടർ, അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നുമില്ല. എങ്കിൽ കൊള്ളാം. ഇനിയൊരു വീഴ്ച വീണ അത് നമ്മുടെ കയ്യിൽ നിൽക്കണമെന്നില്ല. ശ്രദ്ധിച്ചോളൂ ഡോക്ടർ. വിഷ്ണു ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ലോറി ഓടിക്കുക. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പോയി കഴിഞ്ഞാൽ 1-2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറ്റില്ലേ? അപ്പൊ വീട്ടിൽ ഇവർ രണ്ടുപേരും മാത്രമേ കാണൂ അല്ലേ? ആ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാ ചില രോഗങ്ങള് നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാവും. അത് കണ്ട് നമ്മൾ ചികിത്സിച്ചാൽ മതി. അതിന്റെ റിസൾട്ട് നമുക്ക് അപ്പൊ തന്നെ കിട്ടും. ചിലത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാവും. അതിന് നമ്മൾ ചില മുൻധാരണകളും ഭാവിയിൽ വന്നേക്കാവുന്ന ചില ലക്ഷണങ്ങളും നിരത്തിയായിരിക്കും ചികിത്സിക്കേണ്ടി വരിക. അത്തരം ഒരു രീതിയാണ് എനിക്കിവിടെ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും സഹായം എനിക്കിവിടെ അത്യാവശ്യമാണ്. ഞാൻ പറയുന്ന രീതിയിൽ കൃത്യമായ ട്രീറ്റ്മെന്റ് നൽകിയാൽ നമുക്കിത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അതല്ല ഡോക്ടർ, ഡോക്ടർ ഇതുവരെ അച്ഛൻ്റെ അസുഖം എന്താന്ന് പറഞ്ഞില്ല. നാഡീവ്യൂഹത്തിനുണ്ടാകുന്ന ചില തകരാറുകൾ ഭാവിയിലെ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കാറുണ്ട്. ഉദാഹരണത്തിന്, പലതും മറക്കാനും പൊറുക്കാനുള്ള കഴിവാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ പൊതുവെ പറയുന്നത്. അതിന് എന്തെങ്കിലും രീതിയിലൊരു തടസ്സം ഉണ്ടായാൽ എല്ലാം തീർന്നില്ലേ? അങ്ങനെ ഒന്നും ഉണ്ടാവാതെ ഇരിക്കാനുള്ള ഒരു ട്രീറ്റ്മെന്റ്, അതാണിപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത്. തൽക്കാലം ഈ മരുന്ന് വാങ്ങിക്കൊടുക്കുക. എന്നിട്ടൊരു 2 ആഴ്ച കഴിഞ്ഞ് എന്നെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കണം. ശരി ഡോക്ടർ. വിഷ്ണു വിഷ്ണു ഒന്ന് നിൽക്കുക. അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് പൊയ്ക്കോട്ടെ. എന്നമ്മ പോയിക്കോ, ഞാൻ വരാം. എന്താ ഡോക്ടർ, പ്രത്യേകിച്ച് എന്തെങ്കിലും? അച്ഛനെ ഇനി തനിച്ച് പുറത്തേക്ക് വിടരുത്. ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ പോലും ഉണ്ടാവരുത്. അതായത് എപ്പോഴും ആള് കൂടെ തന്നെ ഉണ്ടാവണം. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായി കാണുമല്ലോ അല്ലേ? നന്നായി അച്ഛനെ കെയർ ചെയ്തില്ലെങ്കിൽ പിന്നീട് ഭാവിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. ബി കെയർഫുൾ. ആ
രാഘവേട്ട ഇപ്പൊ വേദനയൊന്നും ഇല്ലല്ലോ? അല്ല, നെഞ്ചി കെട്ടി നിൽക്കുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വേദന ഉള്ളതായിട്ടും തോന്നില്ല. തലയ്ക്ക് അസ്വസ്ഥതയൊന്നും ഇല്ലല്ലോ? അതും ഇപ്പൊ ഇല്ല. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതിയെന്നാ ഡോക്ടർ പറഞ്ഞത്. അതാ ചോദിച്ചത്. ഇല്ല, ഇപ്പൊ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അല്ല, ഇന്നലെ എന്താ സംഭവിച്ചെന്ന് വല്ല ഓർമ്മയുണ്ടോ? എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ഓർക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇന്നലെ ഉപേന്ദ്രൻ വന്നിരുന്നല്ലേ? രാഘവേട്ട, അല്ല, എന്നെ ഇവിടെ ആരാ കൊണ്ടുവന്നേ? പറഭാമേ, എന്നെ ഇവിടെ കൊണ്ടുവന്ന ആരാ? കൊണ്ടുവന്നത് ശാലിനിയാണ് അച്ഛാ. ശാലിനിയാണ് എന്നെ കൊണ്ടുവന്നേ? പിന്നെ സംസാരിക്കുന്നു പറഞ്ഞ് ശാലിനിയെ വിളിച്ചതെന്ന് രാഘവേട്ടനല്ലേ? ഞാനോ? അതിപ്പം ഞാനൊന്നും ഓർക്കുന്നേ ഇല്ല. നല്ല ശക്തിയായ നെഞ്ചുവേദനയായിരുന്നു. തീർന്നു പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ദൈവത്തിന്റെ എന്തോ കാരണം കൊണ്ടാ രക്ഷപ്പെട്ടത്. അപ്പൊ ഇങ്ങനൊരവസ്ഥ വന്നപ്പോ അമ്മയുടെ ദുരഭിമാനമൊക്കെ മാറ്റി വെച്ചിട്ട് ശാലിനോട് സംസാരിച്ചല്ലേ? അപ്പൊ അമ്മയ്ക്ക് സഹായം ചോദിച്ച് സംസാരിക്കാനൊക്കെ അറിയാം. ഞാൻ ആരുടെയും സഹായമൊന്നും ആവശ്യപ്പെട്ടില്ല. ഞാൻ നീ ഉണ്ടോന്ന് തിരക്കി. കാര്യം തിരക്കിയപ്പോ അച്ഛന് നെഞ്ചുവേദനയാണെന്നും പറഞ്ഞു. ഓ, അത് മതിയല്ലോ. അച്ഛന് നെഞ്ചുവേനാണെന്ന് പറഞ്ഞാ പിന്നെ ശാലിനിക്ക് അവിടെ കിടന്ന് ഉറക്കം വരൂ. അപ്പൊ അവൾ അപ്പൊ തന്നെ വണ്ടി കൊണ്ടുവന്നല്ലോ, ഇല്ലേ? ഈ രാഘവേട്ടൻ കാരണമാണ് ഞാൻ വിളിച്ചത്. ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും വണ്ടി വിളിച്ച് ഞാൻ തന്നെ കൊണ്ടുവന്നേനെ. എങ്കിൽ പിന്നെ ഇതൊന്നും ഞാൻ കേൾക്കേണ്ടി വരില്ലായിരുന്നല്ലോ. പിന്നെ എന്തോ ചെയ്യണമായിരുന്നു? വിഷ്ണുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അവന്റെ കൂട്ടുകാരൻ കമലിന്റെ നമ്പർ ഭാമയ്ക്ക് അറിയാനും പാടില്ല. പിന്നുള്ളത് ശാലിനിയാ. ആ സമയത്ത് അങ്ങനെ വിളിക്കാൻ തോന്നിയോണ്ട് ഞാനിപ്പോ ഇവിടെ ജീവനോടെ ഇരിക്കുന്നു. ഇല്ലെങ്കിൽ ഇപ്പൊ എന്നെ വെള്ളം ഒതിപ്പിച്ച് കിടത്തായിരുന്നു നടുവാക്ക തന്നെ. അല്ലെങ്കിലും ഞാൻ ചെയ്യുന്നതൊന്നും രാഘവേട്ടന് കണ്ണു പിടിക്കില്ലല്ലോ. ഇതുവരെ ഞാൻ ചെയ്തതൊക്കെ വേസ്റ്റ്. ഇതെനിക്ക് കിട്ടണം. കഷ്ടപ്പെടാൻ ഞാനും കയ്യടി വാങ്ങിക്കാൻ മറ്റുള്ളത്. എന്നെ അമ്മയുടെ ഹോസ്പിറ്റലും എന്തിനിപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ശാലിനി ഇതൊരു നല്ല കാര്യമില്ലേ? നല്ല കാര്യം ചെയ്ത നല്ല കാര്യമാണെന്ന് പറയാൻ വേണം. അതൊന്നും പറഞ്ഞാലേ ഇതൊക്കെ മനസ്സിലാവില്ല. അതിനെ മനസ്സിലപ്പോ നന്മയൊക്കെ വേണേ. വിഷ്ണുവിന്റെ കുറവറിയിക്കാതെയാ ശാലിനി നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാ? ശാലിനി വിഷ്ണുവിന്റെ ഭാര്യ ആയതുകൊണ്ടാ. വിഷ്ണുവിന്റെ അച്ഛനെയും അമ്മയും അവള് സ്വന്തം അച്ഛനെയും അമ്മയും പോലെയാ നോക്കുന്നത്. ശാലിനി നമ്മളെ ഇന്ന് കുറ്റം പറയുന്ന ഒന്നേ അവനറിയരുത്. അപ്പൊ അറിഞ്ഞാലേ അവനോട് കിടന്ന് ബഹളം ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇത്രയൊക്കെ ഉപകാരങ്ങൾ ചെയ്തെന്ന് അവന്റെ ഭാര്യയെ നമ്മൾ കുറ്റം പറയുന്നത് ശരിയാണോ? അവനിപ്പോ ഇതാണ് കേട്ടോണ്ടോന്ന് എന്തോ ചെയ്യും? പറഭാമേ, അവൻ കേട്ടോണ്ടോന്നെങ്കിൽ എന്തോ ചെയ്താന്? അച്ഛനിത് ആരുടെ കാര്യം പറയണേ? വേറെ ആരുടെ കാര്യമാ? വിഷ്ണുവിന്റെ ആരും തന്നെ. ഇത്ര ഉപകാരം ചെയ്ത് കൂടെ നിൽക്കുന്ന അവന്റെ ഭാര്യ വെച്ച് വെറുതെ ഓരോ നീ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാ ആർക്കാ സംഘം ഉണ്ടാവാതിരിക്കുന്നത്? അതുകൊണ്ടേ ഇതൊന്നും അവ അറിയണ്ട. എന്തോ നോക്കുന്നേ? വിഷ്ണു ഇതൊന്നും അറിയണ്ടെന്നാ പറഞ്ഞു. അച്ഛാ, അച്ഛാ, അച്ഛൻ എന്തൊക്കെയാ പറയണേ? അച്ഛൻ ഞാനല്ലേ ഇവിടെ നിൽക്കണേ? അച്ഛൻ എന്തൊക്കെയാ? ഞാൻ വിഷ്ണു നിൽക്കണേ?
നീ നീ പെട്ടെന്ന് എന്ന് ഡോക്ടറെ കണ്ടു പോവാ. നമുക്ക് പോകാൻ പറ്റുമെന്ന് ചോദിക്കേ. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലടാ, എല്ലാം മാറി. വേദനയൊന്നും ഇല്ലെന്നേ. ചെന്ന് ഡോക്ടറെ കണ്ടുവാ. നമുക്കേ നമ്മുടെ വീട്ടിലേക്ക് പോവാം. കിടക്ക്. എടാ നമുക്ക് നമ്മുടെ വീട്ടിൽ പോന്ന് പോവാം. നമുക്ക് ഉടനെ പോവാം. അച്ഛനിപ്പോ കിടക്ക്. ഞാനേ അച്ഛനൊന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ബില്ലൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാം. അല്ല എന്നാ പിന്നെ അത് കഴിഞ്ഞു പോവാല്ലേ? എത്രയാ? 110. ചേട്ടാ ഒരു മിനിറ്റ്. ആ നിങ്ങൾ ആരാ? എന്താ ഈ ചെയ്യുന്നേ? ചോദിച്ചത് കേട്ടില്ലേ? എടോ നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന്? നിങ്ങൾക്കെന്താ കണ്ണില്ലേ? കാണാൻ പാടില്ലേ? ഞാൻ കുപ്പികളിൽ ലേബലൊട്ടിക്കുക. കുപ്പിയിലെ ലേബലൊട്ടിക്കേ? എന്തിന്? എടോ എന്തിനാന്നല്ലേ ചോദിച്ചേ? ഇത് മദ്യക്കുപ്പികളാണല്ലോ. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഇങ്ങനെ അല്ല, നിങ്ങളെ ആരാ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? സെക്യൂരിറ്റി, സെക്യൂരിറ്റി! എന്താ എന്താ വിളിച്ച്? ദേ ഇവരെന്തൊക്കെയോ ചോദിക്കുന്നു. ആരാ ഇവരെ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? ആരാ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളെന്തിനാ ചോദിക്കാതെ പറയുന്നത് അകത്തേക്ക് കയറിയത്? ഞാൻ എന്റെ വീട്ടിലേക്ക് വരാൻ തന്നെ അനുവാദം ചോദിക്കണോ? നിങ്ങളുടെ വീടോ? ഇത് രോഹിത് സാറിന്റെ ഓഫീസാ. രോഹിത് സാറാ പറഞ്ഞിരിക്കുന്നത് ഒരാളെ അനുവാദം ഇല്ലാതെ അകത്തേക്ക് കയറ്റി വിടരുതെന്ന്. എന്നാലേ ആ രോഹിത് സാറിന്റെ ഭാര്യയാ ഞാൻ. എനിക്കിവിടെ വരാൻ ഒരാളുടെ അനുവാദം വേണ്ട. മാഡം പ്ലീസ്, രോഹിത് സാറിനോടൊന്നും ചോദിക്കാതെ. ഒരു സാറിനോടും താൻ ചോദിക്കണ്ട. എന്താ ഇവിടെ ഒരു ബഹളം? പ്രശ്നം എന്താ? സാർ ഇവര് എന്താ എനിക്ക് വേണ്ടത്? അവരവരുടെ പണി ചെയ്യട്ടെ. ഇതാണോ പണി? ഈ മദ്യക്കുപ്പികളിൽ ലേബലൊട്ടിച്ച് ആളെ കൊല്ലുന്നതാണോ പണി? ഇതെന്റെ ബിസിനസ് ആണ്. ഇത് ബിസിനസ് അല്ല, കാശുണ്ടാക്കാനുള്ള എളുപ്പവഴി. ഇത് ഈ വീട്ടിൽ പറ്റില്ല. ഇവിടെ എന്ത് ചെയ്യണം തീരുമാനിക്കാൻ ഞാനുണ്ട്. ഞാൻ പറയുന്നതും കേട്ട് അനുസരണയോടെ ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാ മതി. അല്ലെങ്കിൽ നിനക്ക് പോകാം. രോഹിത്തെ, രോഹിത്തെ, അപ്പൊ നിങ്ങൾ നശിക്കാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കല്ലേ? ഇനി എന്ത് നശിക്കാൻ? നശിക്കാൻ ഇനി ഒന്നുമില്ല. എല്ലാം നശിച്ച് നാറാണക്കൽ എടുത്തതിന് ശേഷമാ ഇങ്ങനൊരു ബിസിനസ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. ഇത് എന്തായാലും തുടങ്ങി. ഇനി ഇത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും, ആരെതിർത്താലും. അഹങ്കാരമാ നിങ്ങൾക്ക്.
ആ ചന്ദ്രബോസും സുസ്മിതയും കൂടെ ഉണ്ടെന്നുള്ളതിന്റെ അഹങ്കാരം. പക്ഷെ എന്തെങ്കിലും ഒരു ചതിവ് പറ്റിപ്പോയാ രോഹിത്തെ അവരാരും സഹായത്തിനുണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ജീവൻ തന്നെ വേണ്ടാന്ന് വെച്ചവനെ ഇനി എന്ത് വന്നാൽ എന്ത് വന്നില്ലെങ്കിൽ എന്ത്, ഇവിടെ പല ബിസിനസ് നടക്കും. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അത് ഞാൻ ഉറപ്പ് തരാം. അത് മാത്രമേ തരാൻ പറ്റൂ. പപ്പിയുടെ പപ്പിയായിട്ട് വരാനല്ല ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്. പപ്പി വന്നില്ല. അല്ലെങ്കിലും മദ്യം വിതരണം നടത്തുന്ന വീട്ടില് അവള് വളരണ്ട. അത് നീയാണോ തീരുമാനിക്കുന്നത്? നീ ഇവിടെ നിൽക്കണമെങ്കിൽ നിന്റെ കൂടെ പപ്പി ഉണ്ടാവണം. പോയി പപ്പിയെ കൊണ്ടുവാ. പപ്പി ഇല്ലാതെ നീ ഇതിനകത്ത് കയറണ്ട. കയറാൻ ഞാൻ സമ്മതിക്കില്ല. ഏത് സമയത്തും പോലീസ് വന്ന് കയറുന്ന വീട്ടിലല്ല എന്റെ മോള് വളരേണ്ടത്. എന്റെ മോൾക്ക് നല്ലൊരു ഭാവിയുള്ളതാ, അത് കളഞ്ഞു ഒളിക്കാൻ ഞാൻ തയ്യാറല്ല. നീ ഈ വീട്ടിൽ ജീവിച്ചു പോണമെങ്കിൽ നിന്റെ കൂടെ പപ്പി വേണം. പപ്പി ഇല്ലാതെ നിനക്കിവിടെ കഴിയാന്ന് വിചാരിക്കണ്ട ശ്യാമേ. നീ ചെന്ന് പപ്പി വിളിച്ചോണ്ട് വാ. എന്നിട്ട് നീ ഇവിടെ പുറത്താ മതി. ഒന്ന് പെട്ടെന്നാവട്ടോ, എത്ര നേരമായി? കാണുന്നില്ലല്ലോ പൊന്നി അവരെ. അതെ, വരേണ്ട സമയം കഴിഞ്ഞു. വാച്ച് ചേട്ടാ ഫുട്ടോ. കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛാ? ഇല്ല മോളെ. ഡോക്ടർ എന്ത് പറഞ്ഞു വിഷ്ണുട്ടാ? മരുന്ന് തന്നിട്ടുണ്ട്, പിന്നെ ശരിക്കും ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു. അച്ഛനെ ഇനി പുറത്തേക്കൊന്നും ഒറ്റയ്ക്ക് വിടണ്ട. നിങ്ങളിനെ രോഗിയാക്കി മാറ്റുവാന്നല്ലോ. ആ ഒരു ബോധം ഉണ്ടായാൽ മതി. ഓ പിന്നെ ഈ ഒറ്റയ്ക്കുള്ള നടപ്പും പിന്നെ ആ വഴി പോയിട്ട് അച്ഛൻ്റെ ആ നിപ്പുണ്ടല്ലോ, അതൊന്നും ഇനി സമ്മതിക്കില്ല. ഈ അമ്മയുടെ കണ്ണു വെട്ടിച്ചിട്ട് അച്ഛൻ പോവാൻ നോക്കിയാ പിന്നെ നീ നോക്കിക്കോണം കേട്ടാ. അത് പിന്നെ പറയാനുണ്ടോ? ഇനിയിപ്പോ എന്റെ പകുതി ശ്രദ്ധ അച്ഛനിൽ തന്നെയായിരിക്കും. ഇനി ഇതാണ് അച്ഛന്റെ ലോകം. ഇവിടുന്ന് പുറത്തിറങ്ങണമെങ്കിൽ എന്നോട് ചോദിക്കണം, പറഞ്ഞില്ലെന്ന് വേണ്ട. ഉത്തരവ്. അല്ല, എനിക്കങ്ങനെ പറയത്തക്ക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെന്നേ. ആ ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ടെങ്കിലേ അത് അയാളുടെ മരുന്നിലുള്ള പരിപാടിയായിരിക്കും. അതെ. എടാ ഒന്നുമില്ലടാ, നോക്കാം, എനിക്ക് ഒരു വേദനയില്ല. ഇല്ല ഇല്ല ഇല്ല, ആ ബുദ്ധിമുട്ട് കണ്ടത് ഞാനല്ലേ. വേദന കൊണ്ട് ഇരിക്കാനോ നിൽക്കാനോ കിടക്കാനോ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. നിന്നെ വിളിച്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോ നിന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. ചുമ്മാ ശാന്തേ, പലഹാരത്തിനുള്ള മാവിട്ടോ? ഓ സത്യമേ. എന്നാ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കോ. ഇന്നു മുതല് നമ്മൾ വീണ്ടും നമ്മുടെ പണി ശ്രദ്ധിക്കാൻ പോവാ. രാഘവേട്ട, കിടക്കുന്നതിന് മുമ്പ് ആ ഷീറ്റൊന്ന് ഞാൻ മാറ്റട്ടെ. കുറച്ചു ദിവസം ആയതല്ലേ. എല്ലാവരും എന്നെ ഇങ്ങനെ രോഗിയാക്കുവാന്നല്ലോ. എനിക്കൊന്നുമില്ലടാ. പറ, ഒന്നുമില്ലെന്ന്. വിഷ്ണുട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒന്ന് വരുവോ?
എന്ത്? എനിക്കങ്ങനെ അറിയാം. നീ പോയി ചോദിക്കും. ദേ അടങ്ങിയിരുന്നോണേ. മോനെ അച്ഛന് നെഞ്ചുവേദന വന്നതല്ല വിഷ്ണുവേട്ടാ, വരുത്തിയതാ. എന്ത് വരുത്തിയതോ? അതെ, ഇന്നലെ ഒരാൾ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കി. അച്ഛനായി ഉന്തും തള്ളും ബഹളം ഒക്കെ ആയി. അച്ഛൻ തലയിടിച്ച് വീഴുകയും ചെയ്തു. എന്നിട്ട് ഇതെന്താ ആരും എന്നോട് പറയാതിരുന്നേ? വന്നതാരെന്നറിയോ? വിഷ്ണുവേട്ടന്റെ അച്ഛന്റെ അനുജനാണെന്നാ പറഞ്ഞത്.